നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ മോൾക്ക് ഒരു മുന്നറിയിപ്പെങ്കിലും കൊടുക്കണ്ടേ? മോളെ, നീ ആ ഭൂമിക മാടത്തെ ഒന്ന് വിളിച്ചേ. അവരെ വിളിച്ചത് ഇങ്ങനൊരു അപകടത്തെ പറ്റി അറിയിച്ചാ എനിക്ക് സമാധാനമാവും. മാഡത്തിനെ വിളിച്ച പാറുവിനെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയത് അച്ഛനറിയും. എന്ത് ചെയ്യും ഭഗവാനെ? നോക്കി നിൽക്കാതെ വിളിക്കുമോളെ, അല്ലെങ്കിൽ അത് അമ്പരിഞ്ഞതാ. ഞാൻ വിളിച്ചോളാം. വേണ്ട, ഞാൻ വിളിച്ചു തരാം. എന്താ മോളെ? കോള് പോകുന്നില്ല അച്ഛാ. മാഡം റേഞ്ച് ഇല്ലാത്ത എവിടെയാണെന്ന് തോന്നുന്നു. ആരെ വിളിച്ചാലും കിട്ടുന്നില്ലല്ലോ. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അവൾക്ക് സ്വന്തം കാര്യം നോക്കാൻ നന്നായിട്ട് അറിയാം. ജോലി കഴിഞ്ഞ് മിസ്ഡ് കോള് കാണുമ്പോ അവളെ തിരിച്ചു വിളിച്ചോളും. അതുവരെ സമാധാനായിട്ട് ഇരുന്നാ മതി. ഇറങ്ങ. എന്തിനാ ഇവിടെ നിർത്തിയ? ഡ്രസ്സ് മാറ്റണമെന്ന് പറഞ്ഞില്ലേ? ദേ നോക്ക്. അയ്യോ കഴിയില്ല സർ. എന്തായി കാണിക്കുന്നേ? മുന്നോട്ട് വാ. നമ്മുടെ കൈലാഷ് സാറല്ലേ. ഞാൻ വരില്ല. പ്രിയഞ്ചേട്ടാ, പ്രിയഞ്ചേട്ടാ. ഇതെന്ത് കോലായത്? സർ, ഇതൊക്കെ പ്രിയഞ്ചേട്ടന്റെ പണിയാ. ഇതൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഇട്ടിട്ടേ ഇല്ല. ആകെ ചമ്മല് തോന്നുന്നു. സാറും എന്നെ കളിയാക്കി ചിരിക്കല്ലേ? സോറി സോറി സോറി. എന്താ പ്രിയ ഫാൻസി ഡ്രസ്സൊക്കെ? അമ്മയുടെ മുന്നിൽ നിന്ന് പാറുവിനെ വീടിന്റെ പുറത്ത് കൊണ്ടുവരാൻ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല സർ. അതാ എന്നെ പോലെ ഡ്രസ് ഇടിച്ച് പുറത്തേക്ക് ഇറക്കിയത്. ചിരിക്കല്ലേ സാറേ? ഇതിനു മുമ്പ് സാറ് ആൺകുട്ടികളുടെ ഡ്രസ് ഇട്ട് നടക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? അങ്ങനെ കുറെ പേരെ കണ്ട് മടുത്തതുകൊണ്ടാ ദാവണി ഉടുത്ത് നടക്കുന്ന നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ ഇന്നസെൻസും ക്യാരക്ടറും ഫാമിലിയും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. സാർ, എനിക്ക് ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. ഞാൻ ധാവണി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ഇങ്ങനൊരു ആവശ്യം ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയുമായിരുന്നല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ കാറുണ്ടല്ലോ, ഇതിന്ന് ഡ്രസ്സ് മാറിയ പോരെ? ഇതിലോ? ഫുൾ കൂൾ ഫിലിം ഒട്ടിച്ചിരിക്കുക. ടെൻഷൻ വേണ്ട, ധൈര്യമായിട്ട് മാറിക്കോ. പ്രിയൻ, സോറി പ്രിയൻ, ഞാനും പാർവതിയും നിന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല സർ. ഇവൻ ഓഫീസിലേക്ക് പോവാതെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവളെന്താ കൈലാഷിന്റെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്? ശരി എന്നാ, ഞാനും പാറും കമ്പനിയിലേക്ക് ഒരുമിച്ച് പോവാ. പ്രിയം പുറകെ എത്തില്ലേ? ശരി സർ. വാ പാറു.
ഇവനിപ്പോ ദരിദ്രവാസിയുടെ കൂടെയാണ് കറങ്ങുന്നത്. വീട്ടിലേക്ക് വരട്ടെ, നീ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിന്നെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരണമെന്ന് നിന്റെ അച്ഛനോട് പറയാനിരിക്കായിരുന്നു ഞാൻ. എന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആദ്യ കാഴ്ച തന്നെ എന്റെ മനസ്സിൽ കയറി പറ്റിയ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അത് വേറെ ആരുമല്ല, ഈ പാർവതിയാ. ഈ ഒരു രാത്രി പ്രിയൻ പാർവതി ഇവിടെ താമസിപ്പിക്കണം. നാളെ ഏതെങ്കിലും ഒരു നല്ല ഹോസ്റ്റലിലേക്ക് ഞാൻ പാർവതിയെ മാറ്റിക്കൊള്ളാം. പാർവതിയെ വിശ്വസിച്ചേൽപ്പിക്കാൻ പ്രിയനല്ലാതെ വേറെ ആരുമില്ല എനിക്ക്. പാറുവിനെ കൈലാസ് സാർ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. അവരെ ഒരുമിപ്പിക്കാനുള്ളൊരു നിമിത്തം മാത്രമാണ് ഞാൻ. എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നത്? സോറി ഏട്ടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. ആ മോനെ നീയായിരുന്നു? സുഖം തന്നെ? സുഖം. എനിക്ക് ചേട്ടനെ അങ്ങോട്ട് മനസ്സിലായില്ല. ആ അത് ശരി, അപ്പൊ എന്നെ മറന്നുവല്ലേ? സോറി ഏട്ടാ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരു ദിവസം മുഴുവൻ എന്റെ ഓട്ടോയിൽ കറങ്ങിയിടത് നീ മറന്നുപോയോ? നിന്റെ പാറുവിന്റെ ശമ്പളം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞു. അയ്യോ സോറി ഏട്ടാ, ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് ടെൻഷനിലായിരുന്നു. അത് മനസ്സിലായി. അല്ല, മോന്റെ പ്രേമമൊക്കെ എങ്ങനെ പോകുന്നു? പാറുമായിട്ടുള്ള കല്യാണം എപ്പോഴാ? എന്തു പറ്റി മോനെ, കല്യാണം കഴിഞ്ഞോ? കല്യാണോ? അതിന് ആദ്യം ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയണ്ടേ? ഇത്രയും കാലമായിട്ട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? എന്താ മോനെ പറയുന്നത്? പാറു നിന്നെ അന്വേഷിച്ച് എന്റെ അടുത്ത് വന്നിരുന്നു. മോന്റെ പേരറിയാത്തോണ്ട് ഞാൻ ഏകദേശം കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. പാറു എപ്പോഴാ ചേട്ടനെ കാണാൻ വന്നത്? മോന് കാശ് കിട്ടിയ അടുത്ത ദിവസം തന്നെ അവൾ എൻ്റെ അടുത്ത് വന്നു. മോനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. എങ്ങനെയും നിന്നെ കണ്ടുപിടിക്കുമെന്നുള്ള വാശി അവളിൽ ഞാൻ കണ്ടു. ഈ സമയം കൊണ്ട് പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞ് നിങ്ങൾ ഒന്നായി കാണുമെന്നാ ഞാൻ കരുതിയത്. നീ എന്താ മോനെ നിന്റെ പ്രണയം തുറന്നു പറയാത്തെ? ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ വെക്കുന്നത് ബാക്കിയുള്ളവർക്ക് നല്ലത്. മോൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ജീവിതത്തിൽ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്നുവെച്ചാ? പാറുവിന് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോവുക.